ഹായ് വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടർ ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ഡയറക്ടർ ഷോ. നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുന്നത് സ്റ്റാൻലി കുബ്രിക് എന്ന പ്രശസ്തനായ സംവിധായകനെ കുറിച്ചാണ്. 1928 ജൂലൈ 26 അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രോങ്സ് എന്ന പ്രദേശത്ത് ഒരു മധ്യവർഗ ജൂത കുടുംബത്തിലാണ് കുബ്രിക് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഡോക്ടറും അമ്മ വീട്ടമ്മയുമായിരുന്നു. സ്കൂൾ പഠനത്തിൽ മികവ് പുലർത്തിയില്ലെങ്കിലും ചെസ്സിലും ഫോട്ടോഗ്രാഫിയിലും കുഞ്ഞു കുബ്രിക്കിന് വലിയ കമ്പമായിരുന്നു. അത് കണ്ടറിഞ്ഞ എന്നോണം അദ്ദേഹത്തിന്റെ പിതാവ് 13-ാം വയസ്സിൽ ഒരു ക്യാമറ കുബ്രിക്കിന് സമ്മാനിച്ചു. അത് കുബ്രിക്കിന്റെ സിനിമാ ജീവിതത്തിന്റെ ജാതകം എഴുതിയ സംഭവമായി മാറി. വെറും 4 വർഷത്തിനുള്ളിൽ തന്നെ നിരന്തര പരിശ്രമങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും 17-ാം വയസ്സിൽ കുബ്രിക് അമേരിക്കയിലെ പ്രശസ്തമായ മാഗസിനായ കുക്ക് മാഗസിനിൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തു തുടങ്ങി. അങ്ങനെ പ്രൊഫഷണലായി ജോലിക്ക് കയറിയതോടെ ഫോട്ടോഗ്രാഫിയുടെ ഗുണനിലവാരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ഫ്രെയിമിങ്ങും ലൈറ്റിങ്ങും മനുഷ്യരുടെ വികാര വിക്ഷോഭ ഭാവങ്ങളെ ചിത്രീകരിക്കുന്നതിൽ എങ്ങനെ ആഴത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് കുബ്രിക് തിരിച്ചറിയുകയായിരുന്നു. അത്തരം അറിവുകളുടെ സാന്നിധ്യമാണ് നല്ലൊരു സംവിധായകനാകാനുള്ള കുബ്രിക്കിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. 4-5 വർഷത്തിനുള്ളിൽ തന്നെ ഫോട്ടോഗ്രാഫിയിലൂടെ അധ്വാനിച്ച പണത്തിൽ നിന്ന് മിച്ചം പിടിച്ച് ചെറിയ ഡോക്യുമെന്ററി സിനിമകൾ അയാൾ നിർമ്മിക്കാൻ തുടങ്ങി. 1951 കുബ്രിക് ഒരു ബോക്സറുടെ ജീവിതത്തെ കുറിച്ചുള്ള ഡേ ഓഫ് ദി ഫൈറ്റ് എന്ന ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചു പുറത്തിറക്കി. തുടർന്നങ്ങോട്ട് ഫ്ലൈയിങ് പാഡിയർ, ദ സീ ഫെയറേഴ്സ് തുടങ്ങിയ ഡോക്യുമെന്ററികളും കുബ്രിക്കിന്റേതായി പുറത്തു വന്നതോടെ ഫീച്ചർ ഫിലിം സംവിധാന രംഗത്തേക്ക് കുബ്രിക്കിന് കളമൊരുങ്ങി. 1953 കുബ്രിക്കിന്റെ ആദ്യ ഫീച്ചർ ഫിലിം പുറത്തിറങ്ങുന്നത്. ഫിയർ ആൻഡ് ഡിസയർ എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. ബോക്സ് ഓഫീസിൽ ചിത്രം ഒരു പരാജയമായിരുന്നു. സാധാരണ പ്രേക്ഷകർക്ക് ചിത്രം ഒരു തരത്തിലും ഇഷ്ടമായില്ലെന്ന് മാത്രമല്ല ശക്തമായ നിരൂപണ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായും വന്നു. ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ മനസ്സിന്റെ സംഘർഷങ്ങൾ പ്രതീകാത്മകമായി വിവരിച്ച ചിത്രമായിരുന്നു അത്. അതിസങ്കീർണമായ അവതരണ ശൈലിയും സംഭാഷണങ്ങളും ചിത്രത്തെ വളരെയധികം തളർത്തിക്കളഞ്ഞു. പിന്നീട് കുബ്രിക് തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിച്ചത് അപക്വമായ സിനിമയെന്നാണ്. എന്നാൽ കുബ്രിക്കിന് ഈ ചിത്രം ഒരു പരീക്ഷണശാലയായിരുന്നു എന്ന് വേണം പറയാൻ. സിനിമയുടെ മുഴുവൻ മേഖലകളിലെയും സാങ്കേതിക വിജ്ഞാനം പ്രാവർത്തികമായി പരിശീലിക്കാൻ ലഭിച്ച അവസരം എന്നതിലുപരി നിർമ്മാതാക്കളും വിതരണക്കാരും കുബ്രിക്കിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. 3 വർഷങ്ങൾക്ക് ശേഷം 1956 ദ കില്ലിംഗ് എന്നൊരു ചിത്രം കുബ്രിക്കിന്റേതായി പുറത്തു വന്നു. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും മികച്ച ടെക്നീഷ്യൻ എന്ന നിലയിൽ നിരൂപകരും സിനിമാ ലോകവും കുബ്രിക്കിനെ അംഗീകരിച്ച ചിത്രമായിരുന്നു അത്. തികച്ചും നോൺ ലീനിയർ രീതിയിൽ കഥ പറഞ്ഞ ചിത്രം കഥ പറയുന്ന ഘടനാ രീതി കൊണ്ടും കഥ പറച്ചിലിന്റെ സ്വാഭാവികത കൊണ്ടും സിനിമയെ ഗൗരവതരത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തി. ഫ്ലാഷ് ബാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ച നോൺ ലീനിയർ രീതിക്കപ്പുറം ഒരേ സംഭവത്തെ പല കഥാപാത്രങ്ങളുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ച ശൈലിയും കൃത്യമായി അളന്നു മുറിച്ച എഡിറ്റിംഗും ചിത്രത്തിന്റെ നിലവാരത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഈ സിനിമ കണ്ട ശേഷം അന്നത്തെ പ്രശസ്ത നടനും നിർമ്മാതാവുമായ കിർക്ക് ഡഗ്ലസ് കുബ്രിക്കിന് പാച്ച് ഓഫ് ഗ്ലോറി എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ അവസരം നൽകിയെങ്കിലും ദ കില്ലിംഗ് എന്ന ചിത്രത്തിന്റെ ഗതി തന്നെയായിരുന്നു ഈ സിനിമയ്ക്കും. നിരൂപക പ്രശംസ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയമായി മാറി. എന്നാൽ 1960 വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുമായി കുബ്രിക് തിരിച്ചു വന്നു. കിർക്ക് ഡഗ്ലസ് തന്നെ നിർമ്മിച്ച് പ്രധാന വേഷത്തിൽ അഭിനയിച്ച സ്പാർട്ടക്കസ് അന്നത്തെ ഏറ്റവും വലിയ പണം വാരി പടമായി മാറിയെങ്കിലും കുബ്രിക്കിന് ഈ ചിത്രം മാനസികമായി സന്തോഷം നൽകിയില്ല എന്നുള്ളതായിരുന്നു സത്യം. അതിന് കാരണം 2-3 എണ്ണമായിരുന്നു. നിർമ്മാതാവായ ഡഗ്ലസ് ആദ്യം ഈ ചിത്രം സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചത് ആന്റണി മാൻ എന്ന സംവിധായകനെയായിരുന്നു. എന്നാൽ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ മുതൽ സംവിധായകനും നിർമ്മാതാവുമായി നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതാവുകയും കിർക്ക് ഡഗ്ലസ് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കുബ്രിക്കിനെ സംവിധായകനാക്കുകയും ചെയ്തു. എന്നാൽ സിനിമാ ചിത്രീകരണം മുന്നോട്ട് പോകവേ ഡഗ്ലസിന്റെ ക്രിയേറ്റീവ് സെക്ഷനിലുള്ള അമിതമായ ഇടപെടൽ കുബ്രിക്കിനെ അലോസരപ്പെടുത്തിയെങ്കിലും ചിത്രീകരണം തുടർന്ന് നടക്കുകയും പടം റിലീസാവുകയും ചെയ്തു. അതിനെ തുടർന്ന് ക്രിയേറ്റീവ് സെക്ഷനിലും സ്ക്രിപ്റ്റിലും സമ്പൂർണ്ണ ആധിപത്യമുള്ള ചിത്രങ്ങൾ മാത്രമേ സംവിധാനം ചെയ്യുകയുള്ളൂ എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു കുബ്രിക്. 1962 കുബ്രിക്കിന്റേതായി പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് ലോലിത. മധ്യവയസ്കനായ നായകന് വളരെ ചെറുപ്പമായ ലോലിത എന്ന പെൺകുട്ടിയോട് തോന്നുന്ന പ്രണയമായിരുന്നു ഇതിവൃത്തം. എന്നാൽ കാലത്തിനു മുന്നേ സഞ്ചരിച്ച പ്രമേയമായിരുന്നെങ്കിലും സദാചാരപരമായി ആ കാലഘട്ടം അത്ര കണ്ട് ഇത്തരം വിഷയത്തെ അംഗീകരിക്കാനുള്ള മാനസിക വളർച്ച നേടിയിരുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം വലിയ വിജയമാകാതെ പോയ ചിത്രമായിരുന്നു ലോലിത. തുടർന്ന് 1964 ഡോക്ടർ സ്ട്രാഞ്ച്ലോവ് എന്ന ചിത്രം കുബ്രിക് സംവിധാനം ചെയ്ത് പുറത്തിറക്കി. ശീതയുദ്ധകാലത്തെ സൈനിക മേധാവികളുടെ മണ്ടൻ തീരുമാനങ്ങൾ ലോകത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിനെ കുറിച്ചെല്ലാം ബ്ലാക്ക് കോമഡി സറ്റയർ രീതിയിൽ കഥ പറഞ്ഞു വിജയിച്ച ചിത്രമായിരുന്നു ഡോക്ടർ സ്ട്രാഞ്ച്ലോവ്.
അമേരിക്കൻ എയർഫോഴ്സ് ജനറലായ റിപ്പർ തന്റെ ഒരു സ്വകാര്യ സംശയത്തിന്റെ ഭാഗമായി സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ കുടിവെള്ള സ്രോതസ്സുകളിൽ വിഷം കലർത്താൻ തീരുമാനിച്ചതായി ചിന്തിക്കുകയും സോവിയറ്റ് യൂണിയനിലേക്ക് ന്യൂക്ലിയർ ആക്രമണം ആരംഭിക്കാൻ ഓർഡർ ഇടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പ്രസിഡന്റായ മാർക്കിൻ മപ്ലിയുടെ അനുവാദം പോലും വാങ്ങാതെ നടത്തിയ ഈ ഉത്തരവിനെതിരെ പെന്റഗൺ പരിഭ്രാന്തിയിലാവുകയും പ്രസിഡന്റ് തന്നെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ച് ക്ഷമ ചോദിക്കുകയും ഉത്തരവ് പിൻവലിക്കാനും പറന്നുയർന്ന ബോംബർ വിമാനങ്ങളെ തിരിച്ചു വിളിക്കാനും ശ്രമിക്കുന്നു. എന്നാൽ ഒരിക്കൽ പുറപ്പെടുവിച്ച അറ്റാക്ക് കോഡ് ഫ്രീസ് ചെയ്ത് റീകോഡ് കോഡ് കണ്ടെത്തുകയും ബുദ്ധിമുട്ടേറിയ സംഗതിയായി മാറുന്നു. അതിന്റെ അങ്കലാപ്പുകളെല്ലാം ബ്ലാക്ക് ഹ്യൂമർ രീതിയിലാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റിന്റെ പ്രതികരണം അങ്കലാപ്പുകൾ വർദ്ധിപ്പിക്കുന്നു. തങ്ങൾ രഹസ്യമായ ഒരു ഡൂംസ്ഡേ മെഷീൻ നിർമ്മിച്ചിട്ടുണ്ടെന്നും റഷ്യക്ക് നേരെ ആക്രമണം നടന്നാൽ അത് സ്വയം പ്രവർത്തിച്ച് ഭൂമിക്ക് നേരെ ന്യൂക്ലിയർ ആക്രമണം നടത്തുമെന്നും തങ്ങൾക്ക് ഇത് തടയാൻ കഴിയാത്ത രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നും പറയുന്നു. അതോടെ സാഹചര്യം വീണ്ടും വഷളാവുന്നു. അപ്പോൾ തന്നെ ബോംബർമാരെ തിരിച്ചു വിളിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ അതിനുള്ള പരിശ്രമവും അതിന്റെ അങ്കലാപ്പുകളും പരിഭ്രാന്തികളുമാണ് പിന്നീടുള്ള രംഗങ്ങളിൽ മുഴുവൻ. ഇതിനിടയ്ക്കാണ് ഡോക്ടർ സ്ട്രാഞ്ചലാവ് തന്റെ വളരെ വിചിത്രമായ എന്നാൽ വിഡ്ഢിത്തം നിറഞ്ഞതുമായ പദ്ധതി അവതരിപ്പിക്കുന്നത്. റഷ്യയുടെ ആക്രമണത്തെ ചെറുക്കാൻ ഭൂഗർഭ അറകളെ ആശ്രയിക്കുമെന്നും ലോകം നശിച്ചാലും അറകളിൽ കഴിഞ്ഞ സമൂഹത്തിലൂടെ പുതിയ ലോക സമൂഹം വളരുമെന്നുമുള്ള തികച്ചും അബദ്ധജടിലമായ ചിന്തകൾ. ബോംബർമാരെ എല്ലാം തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും വിമാനവുമായിട്ടുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതിനാൽ മേജർ DJ കിങ് കോങ്ങുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് അയാൾ പറത്തുന്ന വിമാനം ബോംബിട്ട് നശിപ്പിക്കുമെന്ന് ചിന്തിച്ച് പരിഭ്രാന്തിയിലാകുന്ന സൈനിക മേധാവികളെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ DJ കിങ് കോങ് പറത്തുന്ന വിമാനത്തിന്റെ ടെക്നിക്കൽ എറർ മൂലം ബോംബ് റിലീസ് ആകുവാൻ സാധിക്കുന്നില്ല. എന്നാൽ കർത്തവ്യബോധമുള്ള മേജർ ബോംബ് ബേയിലേക്ക് ഇറങ്ങി വയറിംഗ് മെക്കാനിസം പരിശോധിച്ച് അത് ശരിയാക്കാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഡോർ തുറക്കപ്പെടുകയും ബോംബ് റിലീസ് ആവുകയും ചെയ്യുന്നു. അയാൾ ബോംബിന്റെ മുകളിൽ കുടുങ്ങി പോവുകയും താഴേക്ക് ബോംബിനൊപ്പം പതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മേജർ കിങ് കോങ് അലറി വിളിക്കുന്നുണ്ട്. അങ്ങനെ ബോംബ് റഷ്യയിൽ വീഴുകയും ഡൂംസ്ഡേ മെഷീൻ ഓട്ടോമാറ്റിക്കായി ആക്റ്റീവ് ആവുകയും ലോകനാശം ഉറപ്പാവുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോംബുകൾ പൊട്ടിച്ചിതറുന്ന ദൃശ്യങ്ങളുടെ മേൽ വി വിൽ മീറ്റ് അഗൈൻ എന്ന ഗാനം അലയടിച്ച് ചിത്രം അവസാനിക്കുന്നു. ലോകം മുഴുവൻ മനുഷ്യന്റെ നിയന്ത്രണത്തിലാണെന്ന അഹന്തയ്ക്ക് മേൽ അവന്റെ തന്നെ മണ്ടത്തരങ്ങൾ മൂലമുള്ള സർവനാശം വിജയിക്കുന്ന ഇരുണ്ട ആക്ഷേപഹാസ്യ അവതരണമാണ് ചിത്രത്തിന്റെ ആകത്തുക. ബോക്സ് ഓഫീസിൽ കുബ്രിക്കിന് താരതമ്യേന വലിയ വിജയം സമ്മാനിച്ച ചിത്രമായിരുന്നു ഇത്. 1968 ആർതർ സി ക്ലാർക്കുമായി ചേർന്ന് തിരക്കഥ എഴുതി കുബ്രിക് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ സയൻസ് ഫിക്ഷൻ ചിത്രമായിരുന്നു 2001 എ സ്പേസ് ഒഡീസി. മനുഷ്യന്റെ പരിണാമം അവസാനിക്കുന്നത് അവൻ ദൈവത്തെ പോലെ വലിയ ശക്തിയായി തീരുമ്പോഴാണെന്നും പരിണാമ വേഗം കൂട്ടാൻ പരിണാമത്തിന്റെ ഓരോ ഘട്ടത്തിലും ദൈവ പ്രതിബിംബമായ കറുത്ത ശിലാസ്തൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നും ഒടുക്കവും പൂർണ്ണമായും നിയന്ത്രിതമാണെന്നും പറഞ്ഞു വെക്കുന്ന ചിത്രം. മനുഷ്യന്റെ പൂർവ്വരൂപമായ ചിന്താശേഷിയില്ലാത്ത മരുഭൂമിയിലെ കുരങ്ങുകളുടെ കൂട്ടം ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട കറുത്ത ശിലാസ്തൂപത്തിനെ കണ്ട് ആശ്ചര്യപ്പെടുന്നു. ഒരു കുരങ്ങ് അതിൽ തൊടുന്നു. അവനിൽ സാവധാനം മാറ്റങ്ങൾ വരുന്നു. ഒരു ജീവിയുടെ എല്ലിൻ കഷ്ണം കണ്ടെടുക്കുന്ന കുരങ്ങ് അതുപയോഗിച്ച് വേട്ടയാടാൻ തുടങ്ങുന്നു. ഒരിക്കൽ അവൻ തന്റെ തന്നെ സഹജീവിയെ ആക്രമിച്ചു കൊല്ലുന്നു. അതായത് ശാന്തമായ ചിന്താശീലത്തിൽ നിന്നും മുന്നോട്ടുള്ള കുതിപ്പ് തേടിയുള്ള പ്രയാണത്തിൽ അല്ലെങ്കിൽ വികാസത്തിലേക്കുള്ള യാത്രയിൽ മൂല്യത്തകർച്ച സ്വാഭാവികമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരം കഥാഗതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. വിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ എത്തിപ്പിടിക്കാനും കീഴ്പ്പെടുത്താനുമുള്ള വ്യഗ്രതയിൽ ഒരിക്കൽ കയ്യിലിരുന്ന എല്ലിൻ കഷ്ണം മുകളിലേക്ക് വലിച്ചെറിയുന്നതോടെ അതൊരു സ്പേസ് ഷട്ടിലായി രൂപാന്തരപ്പെടുന്നു. പരിണാമ വേഗം 10 മടങ്ങായി മാറി മനുഷ്യന്റെ വളർച്ചയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നു. 2001 മനുഷ്യൻ ബഹിരാകാശ ദൗത്യത്തിൽ വളരെയധികം മുന്നേറുമെന്നും ചാന്ദ്രദൗത്യം വിജയിക്കുമെന്നും പ്രവചിക്കുന്ന രംഗങ്ങളാണ് അവ. തൊട്ടടുത്ത വർഷം 1969 യഥാർത്ഥത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുകയും ചെയ്യുന്നു. സിനിമയിൽ പക്ഷേ ചാന്ദ്രയാത്ര ആരംഭിക്കുന്നത് 2001 ഡോക്ടർ ഹേവുഡ് ഫ്ലോയിഡ് എന്ന ശാസ്ത്രജ്ഞൻ സ്പേസ് ഷട്ടിലിൽ ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുന്നു. മുഖത്ത് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ സംഗീതം ആസ്വദിച്ചാണ് അയാളുടെ യാത്ര. സ്പേസ് ട്രാവലിംഗ് മനുഷ്യന് ഒരു നോർമൽ റുട്ടീൻ പോലെ ആയി മാറിയെന്ന് തോന്നുന്ന തരത്തിലുള്ള രംഗങ്ങൾ. ഫ്ലോയിഡ് എത്തിച്ചേരുന്നത് ക്ലാവിയസ് ബേസ് എന്ന ചന്ദ്രനിലെ ഒരു കൂട്ടം മനുഷ്യരുടെ കോളനിയിലേക്കാണ്. ചന്ദ്രോപരിതലത്തിലുള്ള റേഡിയേഷനെ പ്രതിരോധിക്കാൻ അണ്ടർഗ്രൗണ്ടിലാണ് ക്ലാവിയസ് ബേസ്. അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ വളരെ സ്നേഹപൂർവ്വം ഫ്ലോയിഡിനെ സ്വാഗതം ചെയ്യുന്നു. അവർ ഫ്ലോയിഡിനെ ഒരു മീറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോവുകയും
ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു കറുത്ത ശിലാസ്തൂപം അഥവാ മോണോലിത്ത് കണ്ടെത്തിയ രഹസ്യം പങ്കുവെക്കുകയും ചെയ്യുന്നു. അവരുടെ അനുമാനത്തിൽ അതിന് 4 മില്യൺ വർഷം പഴക്കമുണ്ടെന്നും മനുഷ്യൻ ഭൂമിയിൽ ഉത്ഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായതാണെന്നും പറയുന്നു. അങ്ങനെ ഫ്ലോയിഡും ശാസ്ത്രജ്ഞന്മാരും ഒരു സ്പേസ് വെഹിക്കിളിൽ മോണോലിത്ത് തേടിയുള്ള യാത്ര ആരംഭിക്കുന്നു. ശൂന്യതയും ശാന്തതയും നിറഞ്ഞ മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങൾ താണ്ടി യാത്രയ്ക്കൊടുവിൽ അവർ മോണോലിത്തിനടുത്തെത്തുന്നു. സിനിമയുടെ ആരംഭത്തിൽ കുരങ്ങുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദീർഘസമചതുരാകൃതിയിലുള്ള കറുത്ത നിറത്തിലുള്ള അതേ മിനുസമാർന്ന ശിലാസ്തൂപം. അവർ വളരെ ആകാംക്ഷയോടെ അതിനെ സ്പർശിക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഈ സമയം കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ മോണോലിത്തിൽ നിന്നും ഒരു ശക്തമായ റേഡിയോ സിഗ്നൽ ജൂപ്പിറ്റർ ഗ്രഹത്തിലേക്ക് പോവുകയും അവരെല്ലാം ഭയചകിതരായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യന്റെ മറ്റൊരു പരിണാമഘട്ടത്തിലേക്ക് ചിത്രം കടക്കുന്നു. ഡിസ്കവറി 1 എന്ന പേടകത്തിൽ ജൂപ്പിറ്റർ ഗ്രഹത്തിലേക്ക് മനുഷ്യൻ യാത്ര തിരിക്കുന്നു. ഡേവ് ബോവ്മാന്റെ നേതൃത്വത്തിൽ ഫ്രാങ്ക് പൂൾ എന്ന ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ഹൈബർനേഷൻ അഥവാ ഡീപ് സ്ലീപ്പ് സ്റ്റേജിലുള്ള മറ്റു 3 ശാസ്ത്രജ്ഞരും അടങ്ങുന്നതാണ് ദൗത്യ സംഘം. സ്പേസ് ക്രാഫ്റ്റിന്റെ എല്ലാ സിസ്റ്റവും നിയന്ത്രിക്കുന്നത് HAL 9000 എന്ന AI കമ്പ്യൂട്ടറാണ്. ചുവന്ന ക്യാമറ കണ്ണും വളരെ ശാന്തവും വിനയാന്വിതവുമായ ശബ്ദവുമുള്ള മനുഷ്യനിർമ്മിത കൃത്രിമ ബുദ്ധിയുള്ള യാത്രയുടെ തുടക്കത്തിൽ ബോമാനോടും പൂലയോടും തമാശ പറയുന്ന, അവരോടൊപ്പം ചെസ് കളിക്കുന്ന സഹയാത്രികനെ പോലെ ഒരു വസ്തു. പക്ഷെ ഹാൽ പുറപ്പെടുവിച്ച ഒരു തെറ്റായ നിർദ്ദേശത്തിൽ സംശയം തോന്നിയ ബോമാനും പൂളും പരസ്പരം അത് രഹസ്യമായി ചർച്ച ചെയ്യുമ്പോൾ ലിപ് മൂവ്മെന്റ് റീഡ് ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഹാൽ താൻ ആപത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് സ്പേസ് ക്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന മനുഷ്യരെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പൂളിന്റെ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്ത് അയാളെ ഹാൽ കൊല്ലുന്നു. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം കട്ട് ചെയ്ത് ഹൈബർനേഷനിലുള്ള 3 ശാസ്ത്രജ്ഞരെയും ഹാൽ ഇല്ലാതാക്കുന്നു. ഇതിനിടെ പുറത്തു പോയ ബോമാൻ തിരികെ വരുമ്പോൾ ഹാൽ അയാളെ കയറാൻ അനുവദിക്കുന്നില്ലെങ്കിലും മറ്റൊരു എമർജൻസി എക്സിറ്റ് വഴി ബോമാൻ അകത്ത് കയറുകയും ഹാലിന്റെ മെമ്മറി മൊഡ്യൂൾ റിമൂവ് ചെയ്യുകയും സാവധാനം ഹാൽ ഷട്ട് ഡൗൺ ആവുകയും ചെയ്യുന്നു. തുടർന്ന് സ്പേസ് ക്രാഫ്റ്റിന്റെ പൂർണ്ണ നിയന്ത്രണം ബോമാൻ മാനുവലായി ഏറ്റെടുക്കുന്നു. ടെക്നോളജി ഇല്ലാത്ത അവസ്ഥയിൽ മനുഷ്യൻ തീർത്തും ഒറ്റപ്പെട്ടവനായി മാറുമെന്ന സത്യത്തിന്റെ പ്രതീകാത്മകത എന്നോണം അതിതീവ്ര നിശബ്ദതയിൽ യാത്ര ചെയ്ത് ബോമാൻ ജൂപ്പിറ്റർ ഓർബിറ്റലിലേക്ക് എത്തുന്നു. അവിടെ ഒരു ഭീമാകാരനായ മോണോലിത്തിനെ കാണുന്നു. മനുഷ്യനിർമ്മിതമല്ലാത്ത എന്നാൽ വളരെ മുന്നേറിയ അതിഭൗമിക ജീവികളുടെ സാങ്കേതിക വിദ്യയുടെ പ്രതീകം. മനുഷ്യരെ നിരീക്ഷിക്കുകയും വഴികാട്ടുകയും അടുത്ത പരിണാമഘട്ടത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്ന എവല്യൂഷൻ ട്രിഗർ. മോണോലിത്ത് ബോമാനെ സ്റ്റാർഗേറ്റ് എന്ന ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്പേസ് ടൈമിന്റെ അതിരുകൾ കടക്കുന്ന ഇടനാഴി അല്ലെങ്കിൽ ഹയർ ഡയമെൻഷൻ ഗേറ്റ് വേ. 18ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ രീതിയിലുള്ള ഒരു മുറി പോലെ തോന്നുന്ന അവിടെ ബോമാൻ തന്റെ യൗവനവും മധ്യവയസ്സും വൃദ്ധരൂപവും മരണവും എല്ലാം കാണുന്നു. ഒരു അദൃശ്യ ശക്തിയാൽ നിയന്ത്രിതമായ അന്തരീക്ഷം. മരണത്തെ നേരിടുന്ന ബോമാൻ വീണ്ടും മോണോലിത്തിനെ കാണുകയും അയാൾ ഒരു സ്റ്റാർ ചൈൽഡ് അഥവാ കോസ്മിക് ബീറ്റസ് ആയി മാറി പുനർജനിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിശക്തിക്കും അറിവിനും അതീതനായ പോസ്റ്റ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യന്റെ വളർച്ചയിലും പരിണാമഘട്ടത്തിലും ഒരു അദൃശ്യ ശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ട് മറ്റൊരു ലോകത്ത് പുനർജനിക്കുമെന്ന് പറയാതെ പറയുകയാണ് കുബ്രിക് ഈ ചിത്രത്തിലൂടെ. റിലീസിന് ശേഷം പ്രേക്ഷക പ്രതികരണം മോശമായിരുന്നെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ യുവാക്കളുടെ കുത്തൊഴുക്കായിരുന്നു പിന്നീട് തിയേറ്ററിലേക്ക്. സിനിമയുടെ ആന്തരികാർത്ഥം മനസ്സിലാക്കാത്ത പ്രേക്ഷകരുടെ മോശം പ്രതികരണവും പിന്നീട് വന്ന നിരൂപക പ്രശംസയോടെ കെട്ടടങ്ങി വിഷ്വൽ എഫക്ട് എന്ന വിഭാഗത്തിൽ ഓസ്കാർ നേടിയ ചിത്രം ഇന്നും ഒരു ഓൾ ടൈം ക്ലാസിക്കായി നിലനിൽക്കുന്നു. റിലീസ് സമയത്ത് മോശം പ്രതികരണം കിട്ടുകയും പിന്നീട് ലോക ക്ലാസിക് ഹൊറർ സിനിമകളുടെ ലിസ്റ്റിൽ മുൻനിരയിൽ ഇടം നേടുകയും ചെയ്ത കുബ്രിക്കിന്റെ മറ്റൊരു ചിത്രമാണ് ദ ഷൈനിങ്. 1980-ലാണ് ഷൈനിങ് റിലീസ് ചെയ്യുന്നത്. ജാക്ക് നിക്കോൾസൺ എന്ന അതുല്യ നടന്റെ ഏറ്റവും മികച്ച പ്രകടനത്താൽ സമ്പന്നമായ സിനിമയായിരുന്നു ഷൈനിങ്. വിജനമായ മലനിരകളിലൂടെ ജാക്ക് നിക്കോൾസൺ അവതരിപ്പിച്ച ജാക്ക് ടോറൻസ് എന്ന കഥാപാത്രം ഭാര്യ വെന്റിയും മകൻ ഡാനിയുമൊത്ത് കാർ ഓടിച്ചു പോവുകയാണ്. ഓവർലുക്ക് എന്ന ഹോട്ടലിൽ ജാക്ക് ജോലിക്ക് അപേക്ഷിച്ചിരുന്നു. മാനേജർ സ്റ്റുവാർട്ട് വിൽമാൻ ജാക്കിനോട് പറയുന്നു ശീതകാലമാണ് വരാൻ പോകുന്നത്, അപ്പോൾ ഹോട്ടൽ അടച്ചിടും. ജാക്ക് കെയർ ടേക്കറായി അവിടെ താമസിക്കേണ്ടി വരും. മാത്രമല്ല ഹോട്ടലിൽ മുൻപ് ജോലി ചെയ്തിരുന്ന കെയർ ടേക്കർമാർ ഭാര്യയെയും മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷെ ജാക്ക് അതൊന്നും ഗൗനിക്കാതെ ജോലിയിൽ പ്രവേശിക്കുന്നു. മഞ്ഞുകാലം ആരംഭിക്കുകയും ഹോട്ടൽ അടച്ചിടുകയും ചെയ്യുന്നു. ജാക്ക് കുടുംബത്തോടൊപ്പം തന്നെ ഹോട്ടലിൽ താമസിക്കുന്നു. മഞ്ഞു വീഴ്ചയിൽ ഹോട്ടൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാകുന്നു. മകൻ ഡാനിക്ക് ഷൈനിങ് എന്ന പ്രത്യേക കഴിവുണ്ട്. അതായത് ടെലിപ്പതി പോലെ മറ്റുള്ളവരുടെ ചിന്തകൾ അനുഭവിക്കാൻ കഴിയുകയും
ക്ലിയർ വയാൻസ് എന്ന പോലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുകയുമുണ്ട്. ആ അനുഭവങ്ങളുടെ എനർജി ഫീൽ ചെയ്യുന്ന സൂപ്പർ സെൻസിറ്റിവിറ്റി പോലെയൊക്കെയുള്ള ഒരു പ്രതിഭാസം. അത്തരത്തിലാണ് ഡാനി എലിവേറ്ററിൽ രക്തം ഒഴുകുന്നതും ഇരട്ട പെൺകുട്ടികളെ കാണുന്നതുമെല്ലാം, കൊലപാതകങ്ങൾ കാണുന്നതുമെല്ലാം അതുപോലെ തന്നെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളുടെ ദുസ്സൂചനകളാണ് ഇതെല്ലാം. ഡാനിയുടെ തന്നെ ദ്വന്ദ്വ വ്യക്തിത്വമായി കാണുന്ന ടോണി എന്ന സുഹൃത്ത് ഡാനിയോട് സംസാരിക്കുന്നുണ്ട്. ഡാനിയുടെ ഇതുപോലെ ഇത്തരം ശക്തികളുള്ള ആളാണ് ഹോട്ടലിലെ കുക്കായ ഡിക് ഹലോറാൻ. പല ചീത്ത സംഭവങ്ങളും ഈ ഹോട്ടലിൽ ഉണ്ടെന്നും 237 നമ്പർ റൂം അപകടകരമാണെന്നും ഡിക് ഡാനിയോട് പറയുന്നുണ്ട്. ഹോട്ടലിൽ ജോലി ഇല്ലാതായതോടെ ജാക്ക് നോവൽ എഴുത്ത് ആരംഭിക്കുന്നു. പക്ഷെ എഴുത്ത് തുടരാനാവാതെ അസ്വസ്ഥനാകുന്ന ജാക്ക് വെന്റിയോട് അകാരണമായി ദേഷ്യപ്പെടുന്നു. ഇതിനിടെ ജാക്ക് ഗോൾഡ് റൂമിൽ പോകുമ്പോൾ ബാർ അറ്റൻഡറായ ലോയിഡിനെ അല്ലെങ്കിൽ അവന്റെ പ്രേതത്തെ കാണുന്നു. ജാക്ക് അയാളോട് മദ്യം ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതിനിടെ 237 നമ്പർ റൂമിൽ പോകുന്ന ഡാനിയും മോശം അനുഭവം നേരിടേണ്ടി വരുന്നു. ഇറങ്ങി വന്ന ഡാനിയുടെ കഴുത്തിൽ പാട് കണ്ട വെന്റി അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം അവഗണിച്ച് വീണ്ടും അവിടെ പോകുന്ന ഡാനി ബാത്ത് ടബിൽ കുളിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീ പെട്ടെന്ന് ചീഞ്ഞഴുകിയ ജഡമായി മാറുന്നത് കണ്ട് പേടിക്കുന്നു. ഇതിനിടെ ജാക്ക് പൂർണ്ണമായും പ്രേതങ്ങളുടെ അടിമയാകുന്നു. വെന്റിയെ ആക്രമിക്കുന്ന ജാക്കിനെ പാൻട്രിയിൽ ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അമാനുഷിക ശക്തിയിൽ ജാക്ക് പുറത്തേക്ക് കടക്കുന്നു. ടെലിപ്പതി വഴി ഡാനി കുക്ക് കലോറാനും തിരിച്ചു വരുത്തുന്നുണ്ടെങ്കിലും ജാക്ക് അവനെ കൊന്നുകളയുന്നു. രക്ഷപ്പെട്ടോടുന്ന വെന്റിയെ ഒരു കോടാലിയുമായി ജാക്ക് പിന്തുടരുന്നു. മഞ്ഞു താഴ്വരയിലേക്ക് രക്ഷപ്പെട്ടോടുന്ന ഡാനിയെ പിന്തുടർന്ന ജാക്ക് വഴിതെറ്റി മഞ്ഞുകുഴിയിൽ വീണ് മരവിച്ചു മരിക്കുന്നു. ചിത്രത്തിന്റെ ഏറ്റവും അവസാനം 1921 ഒരു പാർട്ടി ഫോട്ടോ കാണിക്കുമ്പോൾ ജാക്ക് അതിലുണ്ട്. അയാൾ പ്രേതമായിരുന്നോ അല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം പ്രേക്ഷകരുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. കുബ്രിക്കിന്റെ സിനിമകളുടെ ലിസ്റ്റ് ഇവിടെ അവസാനിക്കുന്നില്ല. മനുഷ്യന്റെ അസ്തിത്വവും സ്വഭാവങ്ങളും സാങ്കേതിക വിദ്യകളുടെ ഭീഷണിയും നിറഞ്ഞ ജോഹാൻ സ്ട്രോസിനെ പോലുള്ള ബീതോവനെ പോലെയുള്ള ക്ലാസിക് മ്യൂസിഷ്യന്മാരുടെ സംഗീതം നിറഞ്ഞ പതിഞ്ഞ താളത്തിൽ ദീർഘ ഷോട്ടുകളാൽ സമ്പന്നമായ കൃത്യമായ വിശദീകരണമില്ലാതെ പ്രേക്ഷകരുടെ വ്യാഖ്യാനത്തിന് വിട്ടുകൊടുത്ത് മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിച്ച് ഈ ലോകത്തിന് സമ്മാനിച്ച 1999 നമ്മെ വിട്ടുപിരിഞ്ഞ സ്റ്റാൻലി കുബ്രിക് എന്ന മഹാനായ ചലച്ചിത്രകാരന് ആദരാഞ്ജലികൾ.